ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മലയാളം. നമ്മൾ കാണാൻ പോകുന്നത് മൈ അമേസിംഗ് ബോയ് ഫ്രം സീസൺ 2 22ാമത്തെ 23ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടത് ഡേറ്റിന് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ ബാങ്കും ഗേൾഫ്രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നതായിട്ടായിരിക്കും. അപ്പൊ അതിനുശേഷം എന്താ നടക്കുന്നത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കം തന്നെ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിന്റെ മുത്തശ്ശന്റെ ബർത്ത്ഡേ ആയിരിക്കും. അവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിന് അവളുടെ അച്ഛനും അമ്മ എല്ലാരും കൂടെ പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിലും കുറെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്കംഫേർട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഹീറോയിന്റെ അച്ഛനും അമ്മയും ലവ് മാരേജ് ആയിരിക്കും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ കുറെ കാലമായിട്ട് ഇവർ പിരിഞ്ഞിട്ടായിരുന്നു ഇരുന്നത്. അതിനു ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ കാണാൻ വേണ്ടി പോകുന്നത്. ആസ് വെൽ ആസ് നമ്മുടെ ഹീറോയും കൂടെ നല്ല പീടിയിലാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവളുടെ ബോയ് ഫ്രണ്ടിനെയും കൂടെ മുത്തശ്ശനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടേ ആ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അങ്ങനെ ഒടുവിൽ ഇവരെല്ലാം കൂടെ നമ്മുടെ മുത്തശ്ശന്റെ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ പോലീസുകാരനും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ കണ്ടത് നമ്മുടെ ഹീറോ പോയി സംസാരിക്കാൻ കണ്ടിട്ട് ഇവളുടെ അച്ഛനും അമ്മയും കൂടെ ഇവരുടെ സംസാരം കണ്ടു കഴിഞ്ഞാൽ ഇവര് കുറെ വർഷത്തെ ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അതെ അമ്മ, കുറെ ദിവസങ്ങളായിട്ട് ഇവർ രണ്ടുപേരും നല്ലോണം ഫ്രണ്ട്സ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് ഇവളും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മുത്തശ്ശന്റെ മുമ്പിൽ എത്തിയിട്ട് എല്ലാരും കൂടെ സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. മുത്തശ്ശനും എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സംസാരങ്ങൾ തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് മുത്തശ്ശ. ഞങ്ങൾ എന്തായാലും അടുത്ത വർഷം നിങ്ങളുടെ ബർത്ത്ഡേക്ക് വരുമ്പോ ഞങ്ങളുടെ പയ്യനെയും കൂടെ കൂട്ടിയിട്ടേ വരത്തുള്ളൂ. ഇത് കേട്ടതും എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. എന്ത് നിങ്ങളുടെ കുഞ്ഞോ, നിങ്ങൾ എന്ത് പണി ഒപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിന്റെ അമ്മയും നല്ലോണം ചൂടാവുന്നുണ്ട്. അയ്യോ അമ്മ, ഞാൻ ഇതുവരെ ജസ്റ്റ് എൻഗേജ്മെന്റ് നോക്കിയേ പറഞ്ഞിട്ടുള്ളൂ, കല്യാണം കൂടെ കഴിച്ചിട്ടില്ല. അപ്പൊ കല്യാണം കഴിക്കാതെ നിങ്ങൾ ഇനി എത്ര കാലം ജീവിച്ചു പോണേ? അതൊന്നും പറ്റില്ല, ഇപ്പോഴൊന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല പറയുമ്പോ അപ്പൊ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ എപ്പോൾ രജിസ്റ്റർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണം. നിങ്ങൾ ഇപ്പൊ തന്നെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളെ ക്ഷമിച്ച് സ്വീകരിക്കാമെന്ന് മുത്തശ്ശനും അതുപോലെ തന്നെ ഇവളുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരും കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് മുത്തശ്ശൻ കൂടെ പറയുമ്പോൾ ഇവളുടെ അമ്മയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. ഇത് തന്നെയല്ല അച്ഛൻ ഞാനും ചെയ്തേ, അപ്പൊ എന്താ നിങ്ങൾ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാറുണ്ട്? ഞങ്ങൾ ഇത്രയും കാലം നിങ്ങൾ എന്തിനാ പിരിഞ്ഞിരുന്നേ? മുത്തശ്ശനും പറഞ്ഞു തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ഇത്രയും കാലം പിരിഞ്ഞിരുന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹാപ്പി ആയിരുന്നില്ല. അതേ ഒരു 30 വർഷം ഇനി വീണ്ടും തുടങ്ങാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് എന്റെ പേരക്കുട്ടിയുടെ കല്യാണമെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഇമോഷണൽ ആയി സംസാരിക്കുന്നതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ പോലീസുകാരനെല്ലാം മാറിപ്പോയിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയിന്റെ അച്ഛനും അമ്മയും മുത്തശ്ശനും കൂടെ ഇവിടെ ഇരുന്ന് സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, ഓക്കെ, നിങ്ങൾ ഇതുവരെ ചെയ്തതല്ല ഞാൻ ക്ഷമിക്കാം, നിങ്ങൾ എന്നോട് ചെയ്ത തെറ്റ് എല്ലാത്തിനും ഞാൻ ക്ഷമിക്കാം, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ അത് ചെയ്തു തരണം. ഓക്കെ, നിങ്ങൾ പറ, ഞാൻ ചെയ്യാമെന്ന് വരും പറയുമ്പോ എന്റെ പേരക്കുട്ടിയുടെ കല്യാണത്തിന് അവളുടെ കൈ പിടിച്ചു കൊടുക്കുന്നത് ഞാനായിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ മകളുടെ കല്യാണത്തിന് എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് എന്റെ പേരക്കുട്ടിയുടെ കല്യാണത്തിനെങ്കിലും അങ്ങനെ ചെയ്യണം. ആ ഒരു ആത്മസംതൃപ്തി എനിക്ക് കിട്ടണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിന്റെ അച്ഛനും ഇതൊക്കെ ഞാനല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഹീറോയിന്റെ അമ്മ പറയുന്നുണ്ട്, ഇല്ല കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടിയുടെ കല്യാണത്തിന് നിങ്ങൾ എന്നെ കൈ പിടിച്ചു കൊടുത്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സോൾവ് ആക്കുന്നുണ്ട്. അന്ന് രാത്രി നമ്മുടെ മുത്തശ്ശന് അദ്ദേഹത്തിന് കിട്ടിയ ഗിഫ്റ്റ്സ് എല്ലാം നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹീറോയിൻ കൊടുത്ത ഗിഫ്റ്റ് ഉണ്ടല്ലോ അതും എടുത്ത് രസിച്ച് നോക്കുന്നുണ്ട്. അങ്കിൾ അങ്ങോട്ട് വന്നപ്പോ അങ്കിളിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഒറിജിനൽ ആണോ? അതെ, തീർച്ചയായിട്ടും ഇത് ഒറിജിനൽ ആണെന്ന് ഇദ്ദേഹവും തിരിച്ചു പറയുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെ എന്റെ പേരക്കുട്ടിയുടെ കല്യാണം വരാൻ പോവാണ്, അത് ഞാനാ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അങ്കിളിന്റെ മുഖം കുറച്ച് സാഡ് ആയിട്ട് കാണുന്നുണ്ട്. അതെന്ത് പറ്റി, നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേന്ന് ചോദിക്കുമ്പോൾ അങ്കിളും പറയുന്നുണ്ട്, സോറി അച്ഛാ, ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്, അത് ഇനിയെങ്കിലും എനിക്ക് നിങ്ങളോട് തുറന്നു പറയണമെന്ന് പറഞ്ഞിട്ട് എല്ലാ സത്യങ്ങളും പറഞ്ഞു തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഹീറോയെ കുറിച്ചാണ് പറയുന്നത്, അവനൊരു മോൺസ്റ്റർ ആണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ മുത്തശ്ശനും കുറച്ചൊരു വിഷമമാവുന്നുണ്ട്. എന്താ നീ പറയുന്നേ, അവൻ മോൺസ്റ്റർ ആണോ? അതെ, അവൻ മോൺസ്റ്റർ ആണ്. അതേപോലെ തന്നെ അവൻ ഇപ്പോഴും കുഞ്ഞും വരാൻ പോകുന്നുണ്ട്. അതെങ്ങനെ സാധ്യമാവും? എന്റെ പേരക്കുട്ടീനെ ഞാൻ എങ്ങനെ ഒരു മോൺസ്റ്ററിന് കല്യാണം കഴിച്ചു കൊടുക്കും? അവൾക്ക് നല്ല ഫീച്ചർ ഉണ്ടെന്നുള്ള കാര്യം നീ തന്നെ പറഞ്ഞു കൊടുക്കുന്ന അങ്കിളിന്റെ അടുത്ത് പറയുമ്പോൾ ഒരു മോൺസ്റ്ററും ഹ്യൂമണും എങ്ങനെ ഒരുമിച്ച് ജീവിക്കുക, ഈ കാര്യങ്ങൾക്കൊന്നും നമ്മുടെ അങ്കിളിനാണെന്നുണ്ടെങ്കിൽ ഒരു മറുപടി ഉണ്ടാവില്ല. എന്തായാലും എനിക്ക് അവനെ നാളെ കാണണം, അവന്റെ അടുത്ത് വന്നിട്ട് മീറ്റ് ചെയ്യാൻ പറയാമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്കിള് നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനിങ്ങനെ എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നിന്നെ നാളെ കാണണമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും നീ നാളെ പോയി കാണണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയും അത് വലിയ കാര്യമൊന്നും ആക്കാതെ ഓക്കെ കുഴപ്പമില്ല, ഞാൻ നാളെ പോയി കണ്ടോളാന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോ മുത്തശ്ശനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയും മുത്തശ്ശന്റെ അടുത്ത് വന്നിട്ട്
നല്ലോണം മര്യാദയ്ക്കാണ് മുത്തശ്ശ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശനും കുറച്ചൊന്ന് ഗിൽറ്റി ആയിട്ട് പറയുന്നുണ്ട്. എന്താ എനിക്ക് എന്നെ കണ്ടു കഴിഞ്ഞാല് മുത്തശ്ശനായിട്ടാണെന്ന് തോന്നുന്നത്, എന്നെക്കാളും വയസ്സ് കൂടുതലുള്ളതല്ലേ നീ, എന്നിട്ട് നീ എന്നെ എങ്ങനെ മുത്തശ്ശ എന്ന് വിളിക്കുന്നേ? ഞാൻ നിങ്ങളുടെ വയസ്സിനല്ല ബഹുമാനം കൊടുത്തത്. എന്നാണെന്നുണ്ടെങ്കിലും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ മുത്തശ്ശനല്ലേ നിങ്ങൾ, ആ ഒരു ബഹുമാനമാണ് ഞാൻ നിങ്ങൾക്ക് തന്നേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്തിനാണെന്ന് നിനക്കറിയുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം, ഹീറോയിനെ വിട്ട് പോകണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വിളിച്ച്. അതെ, അവളെ വിട്ട് നീ പോകണം, ഇനിയും അവളെ നീ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുമ്പോൾ ഇല്ല, എനിക്കൊരിക്കലും അവളെ ഇനി വിട്ടു പോകാൻ പറ്റില്ല. അവളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നീ കാരണം അവള് വിഷമിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ നീ അവളെ കല്യാണം കഴിക്കുകയോട് ചെയ്തു കഴിഞ്ഞാൽ അവള് സന്തോഷമായിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നീ എന്തായാലും അവളെ വിട്ടു പോകണം. നീ കാരണം അവൾക്ക് നല്ലൊരു ഫ്യൂച്ചർ എന്തായാലും കിട്ടില്ല. സോ എന്തായാലും അവളെ നീ ഇനിയും ബുദ്ധിമുട്ടിപ്പിക്കരുത്, എന്തായാലും വിട്ടു പോകണം. ഹീറോയും പറഞ്ഞു തുടങ്ങുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണ് ഞാനും ആദ്യം വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരു പ്രാവശ്യം അവളെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയത്. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഞാനില്ലാത്ത ഒരു ജീവിതം അവൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള സത്യം. ഞാൻ അവളെ വിട്ടുപോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും അവളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അവളുടെ കൂടെയുള്ള സമയമെല്ലാം അവൾ വളരെ ഹാപ്പിയാണ്. ആയതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഇനി ഒരിക്കലും വിട്ടുപോകത്തില്ല. ഏത് സാഹചര്യങ്ങളിലും ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് നമ്മുടെ ഹീറോയും പറഞ്ഞു നിർത്തുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞ് വരാൻ പോവുകയാണ്. ആ കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ഒരു നോർമൽ കുഞ്ഞിനെ നോക്കുന്ന പോലെ നിങ്ങൾക്ക് അതിനെ നോക്കാൻ കഴിയില്ല. നിങ്ങൾക്കിടയിൽ എന്തായാലും നല്ല പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ്. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടോന്നുണ്ടെങ്കിലും ഞങ്ങൾ തന്നെ സംസാരിച്ച് തീർത്തോളാം. അത് വേറെ ആരുടെ ഇടയിലോട്ടും വരത്തില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെ കല്യാണത്തിന് സമ്മതിച്ചിട്ട് ആശീർവദിച്ച് വിട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും അങ്ങനെ തന്നെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇവ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് എടുത്തിട്ട് നമ്മുടെ ഹീറോയും അസിസ്റ്റന്റും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നീ നാളേക്ക് ഈ സിനിമക്ക് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഞാനും അവനും കൂടെ നാളെ ഡേറ്റിന് പോകണം. ഇത് കേട്ട് നമ്മുടെ ഹീറോയും കുറച്ച് സന്തോഷത്തോടെ തന്നെ വീട്ടിനകത്തോട്ട് പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാത്രി നമ്മുടെ ഹീറോയിനും കൂടെ സിനിമയെല്ലാം കണ്ട് പുറത്തോട്ട് വരുന്നുണ്ട്. ഇവരവിടെ കണ്ടപ്പോൾ ഒരു മോർച്ചർ മൂവി ആയിരുന്നു. സോ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ചിട്ടാണ് ഇവര് പുറത്തോട്ട് വരുന്നത്. അതേസമയം തന്നെ ഈ മൂവി കണ്ട് വേറെ കുറെ പേര് ഇതിനെ കുറിച്ച് കുറെ കമന്റ്സ് അടിച്ചിട്ട് പുറത്തോട്ട് വരുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ഹീറോയിനും ഒരുമാതിരി ആയിട്ടുണ്ടാവും. ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നീ ഇനി ആരെ കല്യാണം കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇല്ലല്ല ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ഇതുവരെ എനിക്ക് ഒരു ഡിസിഷനും എടുക്കാൻ പറ്റിയിട്ടില്ല. ഹീറോയിൻ, ഞാൻ ചൂടാവെന്ന് വിചാരിച്ചിട്ട് നീ നുണയൊന്നും പറയണ്ട, സത്യം പറ എന്ന് പറയുമ്പോൾ ഇല്ലല്ലോ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട് മോൺസ്റ്ററിനെ നിനക്ക് സെറ്റപ്പ് ചെയ്ത് വിടാന്ന് വിചാരിച്ചാണ് ആലോചിക്കുന്നത്. അതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? ഓൾറെഡി അവൾക്ക് വേറെ ഒരുത്തനെ ആയിട്ട് ഇഷ്ടമാണ്. എന്തായാലും നീ ആ കാര്യം ഇവിടെ പറയണ്ട. അതെങ്ങനെ അവൾക്ക് വേറെ ഒരുത്തനെ ഇഷ്ടാവുന്നേ? അല്ല അതെങ്ങനെ നിനക്കറിയാം? നമ്മുടെ ഹീറോയും ഒന്നും മിണ്ടാതെ തന്നെ എനിക്ക് ഇത് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ മിണ്ടാതിരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്തൊക്കെ ചെയ്യാന്ന് വെറുതെ ആയിരുന്നു ആലോചിച്ചു നോക്കുന്നുണ്ട്. അവിടെ കുറെ കല്ലറുകൾ ഉണ്ടാവും. അതിലെ എല്ലാത്തിലും നമ്മുടെ ഹീറോ ഓരോ പൂവ് വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാങ്കും അവിടെ തന്നെ ഒരു കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ഇവന്റെ അടുത്ത് വന്നിട്ട്, അല്ല ഈ പെണ്ണിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഇത് ഇതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് വൈഫ്. ഈ കല്ലറ കണ്ടിട്ട് കുറെ പഴക്കമുള്ള പോലെയുണ്ട്. അപ്പൊ തന്നെ അതിനകത്തും നമ്മുടെ ഹീറോയിന്റെ പ്രേതം വരുന്നുണ്ട്. അല്ല ശരിക്കും നിനക്ക് എന്നെ ഓർമ്മയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ 4 പുറം കിടന്ന് കറങ്ങുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ തീരെ ഓർമ്മ ഉണ്ടാവില്ല. അതേസമയം തന്നെ നമ്മുടെ ഫ്രണ്ട് മോർച്ചറും അവിടെ എത്തുന്നുണ്ട്. അല്ല നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ഫസ്റ്റ് വൈഫായിട്ട് സംസാരിച്ചിരിക്കുകയാണോ? ഓ ഇതായിരുന്നല്ലേ എന്റെ ഫസ്റ്റ് വൈഫ്. ഈ കല്ലറ കണ്ടപ്പോൾ തന്നെ എനിക്കും പഴക്കം കൊണ്ട് തോന്നിയിരുന്നു. നമ്മുടെ ഫ്രണ്ട് മോർച്ചറും എന്ത് നിനക്ക് തീരെ ഓർമ്മയില്ലേ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് തീരെ ഓർമ്മയില്ല. എന്റെ ആദ്യത്തെ കുഞ്ഞിന്റെ അമ്മ തന്നെ അവളാണെന്ന് പറയുമ്പോൾ കുഞ്ഞോ? ഏത് ആദ്യത്തെ കുഞ്ഞ്? എന്ത് നിന്റെ ആദ്യത്തെ കുഞ്ഞിനെ പോലും നിനക്ക് ഓർമ്മയില്ലേ? അയ്യോ എല്ലാ കുഞ്ഞുങ്ങളും ഒരേ ഏജ് പോലെ തന്നെയുണ്ടല്ലോ, എല്ലാവരും ഒരുപോലെ തന്നെയുണ്ട്, ഇതിൽ ഏത് കുഞ്ഞാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും എന്ത് കുഞ്ഞുങ്ങളോ, അപ്പൊ നിനക്ക് കുറെ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവളും ഓരോന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട്. ബാങ്കിന്റെ അടുത്ത് നമ്മുടെ ഫ്രണ്ട് മോർച്ചർ, അല്ല നിനക്ക് പോലും ഇത് ഓർമ്മയില്ലേ? ഇല്ലല്ല എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അപ്പൊ വേറൊരു പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവളെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ലല്ല എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ഫ്രണ്ട് മോർച്ചർ രണ്ടാമത് ചോദിച്ചത് അവന്റെ എക്സിനെ ആയിരിക്കും. അവളെ ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിന് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ നിനക്ക് അവളെ കൂടെ ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ബോധം കെട്ട് വീഴുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇത്രക്ക് മോശപ്പെട്ടവരായിരുന്നു, നിങ്ങളെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിന്. അങ്ങനെ തന്നെ അവിടുന്ന് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്റർ അങ്കിളിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ഉണ്ട്, നീ ശരീരമൊക്കെ നോക്കുന്നില്ലേ, ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളും അങ്ങോട്ട് തന്നെ നല്ല ഹാപ്പി ആയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയിനെ പുറത്തിരുന്നിട്ട്, ആർക്കാ നീ ഇങ്ങനെ സന്തോഷത്തോടെ മെസ്സേജ് അയക്കുന്നേ? ലൈനാണോ? അല്ല നീ ആരെയാ പ്രണയിക്കുന്നേ ചോദിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററും ഷോക്ക് ആവുന്നുണ്ട്. നിന്റെ അടുത്ത് ആരാ ഹീറോ ആണോ പറഞ്ഞു ചോദിക്കുമ്പോൾ അല്ല നീ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഹാപ്പി ആയി, അതുകൊണ്ട് തന്നെ ഞാൻ ഗസ്
ചെയ്തതാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിനും ആലോചിച്ച് നോക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ഡ്രൈവ് ചെയ്യായിരിക്കും, അതായത് ഇവർ രണ്ടുപേരും കൂടെ തിരിച്ചു വരുമ്പോഴായിരിക്കും നമ്മുടെ ഹീറോയിൻ ചോദിച്ചിട്ടുണ്ടാവും ഇന്ന ആളെയാണോ നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്റർ പ്രേമിക്കുന്നേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ഒന്നും മറുപടി കൊടുക്കുന്നില്ല. അങ്കിളുടെ പേര് കേട്ടിട്ട് ഇവൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാന്നുള്ള മട്ടിൽ നോക്കുമ്പോ ഞാൻ ഗസ് ചെയ്താണ്, കാരണം മൂപ്പര് കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് അവള് വളരെ ഹാപ്പി ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവര് തമ്മിലാണോ പ്രേമിക്കുന്നതെന്ന് ചോദിച്ചെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ഒന്നും റെസ്പോൺസ് ചെയ്യുന്നില്ല. നമ്മുടെ ഹീറോയിനും നീ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ഓ തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോ അതെങ്ങനെയാ നിന്നെക്കാളും കാണാൻ ഭംഗിയുണ്ടോ, നല്ല റിച്ച് ആണോ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോ അതൊന്നും എനിക്ക് അറിയില്ല എന്ന് തന്നെ നല്ലോണം ദേഷ്യപ്പെട്ട് തന്നെ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും ഒരുപാട് വിഷമിച്ച് സംസാരിക്കുന്ന പോലെ തന്നെ ഞാൻ പാവം നിന്നെ കല്യാണം കഴിക്കാൻ പോവാന്ന് പറയുമ്പോ നമ്മുടെ ഹീറോയും ഒന്ന് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നിട്ട് ആലോചിച്ച് നോക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇഷ്ടമാണെന്നുള്ള കാര്യം നീ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടോ ചോദിക്കുമ്പോ ഇല്ല ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ നീ ഇപ്പോഴും വളരെ യങ്ങായിട്ട് തന്നെയാണല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട് മോൺസ്റ്ററിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററും പറയുന്നുണ്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, യങ്ങായിട്ട് തന്നെയാണല്ലേ. നമ്മുടെ ഹീറോയിനും അതേലേ, എന്നെ കണ്ടു കഴിഞ്ഞാൽ 18 വയസ്സൊക്കെ അല്ലേ തോന്നിക്കത്തുള്ളൂ എന്ന് പറയുമ്പോ ഇല്ലല്ല ഒരു 28 വയസ്സ് പെണ്ണിന്റെ ഒക്കെ പോലെ ഉണ്ടെന്ന് പറയുമ്പോ ഇത് നീ എന്നെ കണ്ടിട്ട് 28 വയസ്സെന്ന് പറയുന്നു, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയും വാങ്ങിന്റെ അടുത്ത് വന്നിട്ട് ട്രെയിനിങ് എടുക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ എങ്ങനെ ഇംപ്രസ് ചെയ്യാം, എങ്ങനെ പ്രേമിക്കാം എന്നുള്ള കാര്യങ്ങള്. ഇതേ സമയത്താണ് നമ്മുടെ ഹീറോയിനും അവരുടെ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. നമ്മുടെ വാങ്ങിനെ നോക്കിയിട്ട് നീ എന്തായാലും ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല, നീ നിന്റെ വീട്ടിലോട്ട് തന്നെ പോകണം. ഇങ്ങനെ പെട്ടെന്നൊക്കെ പറഞ്ഞത് ഞാൻ എവിടെ പോകാനാ, എവിടേക്ക് ഞാൻ പോവാന്ന് പറയുമ്പോ അതെ നാളെ തന്നെ നിന്റെ ലാസ്റ്റ് ഡേറ്റ്, നീ അതിനുശേഷം അവളെ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവല്ലേ. എന്റെ ഫ്രണ്ടിനെ ബ്രേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ യാതൊരു സ്ഥാനവും ഇല്ല. അവളെ ഒരുമിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിനക്ക് ഇവിടെ തന്നെ നിൽക്കാം. അതൊന്നും പറ്റില്ല, ഞാൻ ബ്രേക്കപ്പ് തന്നെ ചെയ്യുമെന്ന് പറയുമ്പോ ഓക്കെ നിനക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ തീർച്ചയായിട്ടും ഇവിടുന്ന് പോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹീറോ പറയട്ടെ എന്ന് പറയുമ്പോ ഹീറോയിൻ പറയുന്നതിനെല്ലാം നമ്മുടെ ഹീറോയിൻ തലയാട്ടി കൊടുക്കുന്നുണ്ട്. വാങ്ങും യാതൊരു മാർഗമില്ലാത്തതുകൊണ്ട് തന്നെ ഓക്കെ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. അവൻ അവിടുന്ന് വിഷമത്തോടെ ഇറങ്ങുന്നത് കാണുമ്പോൾ നമ്മുടെ അസിസ്റ്റന്റിനായിരിക്കും കുറച്ച് വിഷമമായിട്ടുള്ളത്. പ്ലീസ് നീ ഇവിടെ നിൽക്കെന്ന് പറയുമ്പോൾ അതല്ല അവർ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞ്, ഞാൻ എന്തായാലും നിന്നെ പിന്നെ വന്ന് കണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അതേസമയമാണ് നമ്മുടെ അങ്കിളും നമ്മുടെ ഹീറോയിനെ കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തുന്നുണ്ട്. നമ്മുടെ അങ്കിളിന്റെ അസിസ്റ്റന്റ് പോയിട്ട് ഹീറോയിന്റെ അടുത്തും അതുപോലെ തന്നെ അങ്കിള് നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററിന്റെ വീട്ടിലും പോയി സംസാരിക്കുന്നുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് എന്താവശ്യത്തിനും ഞാൻ തന്നെയുണ്ട്, നിനക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിള് സംസാരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിന് പറയുന്നുണ്ട് അങ്കിൾ കുറെ നേരമായാലും മുകളിൽ ഫോൺ പിടിക്കാനെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ ഇനി എന്റെ ഫ്രണ്ടിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്, അന്ന് തന്നെ അദ്ദേഹം കുറച്ച് റൂഡായിട്ട് അവളുടെ അടുത്ത് ഉണ്ടായിരുന്നത്, അദ്ദേഹം അവിടെ ഉണ്ടോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെട്ടം മേളിലോട്ട് ഓടി പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ അങ്കിൾ അവിടെ ഫോൺ വിളിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഹീറോയും കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെ നോക്കാന്നുള്ളൊരു ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ ഹീറോയിനും അതേസമയം അവിടെ വന്നിട്ട് നീ എന്ത് ബുക്കാ പഠിക്കുന്നത്, നീ ഇപ്പൊ തന്നെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ബുക്കൊക്കെ പഠിക്കുകയാണോ ചോദിക്കുമ്പോ അതെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഫ്രീഡവും കാര്യങ്ങളും കൊടുക്കണം, അതുപോലെ തന്നെ അവരെ എങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ നല്ലൊരു ലവറായിട്ടും നല്ലൊരു അച്ഛനായിട്ടും നീ ഇരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ഹാപ്പി ആവുന്നുണ്ട്. അതേസമയം തന്നെ പോലീസുകാരൻ ഹീറോയെ വിളിക്കുന്നുണ്ട്. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും അവിടുന്ന് പോകുന്നുണ്ട്. അതേസമയം തന്നെ ന്യൂസിൽ കാണിക്കുന്നുണ്ട് വീണ്ടും ഒരു പെണ്ണ് മിസ്സായിട്ടുണ്ടെന്നുള്ള കാര്യം. ഇവിടെ പോലീസുകാരൻ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പൊ വീണ്ടും ഒരു പെണ്ണ് മരിച്ചു, സത്യമായിട്ടും നിനക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം പ്ലീസ് എന്ന് പറയുമ്പോ എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഹീറോ മറുപടി പറയാം. അങ്ങനെ മരിച്ചുപോയ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവിടെയാണ് ഇപ്പൊ മിസ്സായതും അതുപോലെ തന്നെ ഇപ്പൊ മരിച്ചതെന്ന് പറയുമ്പോ നമ്മുടെ ഹീറോയും ഷോക്ക് ആവുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോ ഇതിനു മുമ്പ് ഈ പെണ്ണിനെ ഒരു ബാറിൽ വെച്ചിട്ട് വാങ്ങിന്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് നീ ഈ പെണ്ണിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ, എന്താ ആലോചിക്കുന്നേ. നമ്മുടെ ഹീറോയും സത്യമൊന്നും പറയാതെ തന്നെ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല, എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ നിനക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ പറയാന്ന് പറയുമ്പോ ഓക്കെ ഞാൻ എന്തെങ്കിലും അറിയാണെങ്കിൽ നിന്റെ അടുത്ത് പറയാം, അല്ല ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് പറയേണ്ടത്, പിന്നെ എന്തിനാ നീ എന്റെ അടുത്ത് വീണ്ടും വീണ്ടും എന്നോട് തന്നെ വന്ന് ചോദിക്കുന്നത്. ഇതിനെല്ലാം ഒരു മോൺസ്റ്റർ ആണ് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വീണ്ടും വീണ്ടും വന്ന് ചോദിക്കുന്നത്. നീ എന്തായാലും അറിയാണെന്നെങ്കിലും മറുപടി പറയണമെന്ന് പറഞ്ഞിട്ട് പോലീസുകാരനും നമ്മുടെ ഹീറോയിനും അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരിക്കും. ഹീറോ വന്നിട്ട് അവളെ തലോടുമ്പോ അവള് പെട്ടെന്ന് എണീറ്റിട്ട് അവനെ ഹഗ് ചെയ്തുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചു എന്ന് പറയും. നീ എന്നെ കുറിച്ച് യാതൊരു കാര്യങ്ങളും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, നീ നിന്റെ കാര്യം നോക്ക്,
നിന്നെ ഞാൻ പൊന്നുപോലെ തന്നെ നോക്കിക്കോളാം, നീ പോയിട്ട് നല്ലോണം ഉറങ്ങുന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവള് പോകുമ്പോ അല്ലെങ്കിൽ വേണ്ട നിക്ക് നിന്നെ ഞാൻ തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവളെ എടുത്തിട്ട് കട്ടിലിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. അങ്ങനെ തന്നെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് അവളെ ലിപ് ലോക്ക് ചെയ്യാൻ വന്നിട്ട് അങ്ങനെ തന്നെ നേരെ അവളെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് ഓക്കെ ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവുകയാണ്. അവ പോവാൻ നിന്നതും നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് അല്ല എന്താ നിന്റെ ഉദ്ദേശം, ഇത്രയൊക്കെ ചെയ്തിട്ട് എന്റെ അടുത്ത് ഉറങ്ങാൻ പറയുന്നു, എനിക്ക് എങ്ങനെ ഉറക്കാൻ വരാം. നമ്മുടെ ഹീറോ അപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കും. ഇവരും ഇവിടെ അസിസ്റ്റന്റ് വന്നിട്ട് അല്ല അവൻ എവിടെ പോയി എന്താ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോ അല്ല രണ്ടുപേരിൽ അവനെ പുറത്താക്കിയിരുന്നല്ലേ, അവൻ ഇന്നലെ തന്നെ പോയെന്ന് പറയുമ്പോ അവൻ ഇത്രക്ക് ദേഷ്യമാണോ പറയുമ്പോഴേക്കും പോവാനെന്ന് പറയുമ്പോ അതെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ ഇന്നലെ പോയി. നമ്മുടെ ഹീറോക്കും കുറച്ച് ഡൗട്ട് അടിക്കുന്നുണ്ട്, കാരണം ആ പെണ്ണിനെ ലാസ്റ്റ് കണ്ടത് നമ്മുടെ ബാങ്കിന്റെ കൂടെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വീട് കാലിയാക്കി പോയതും നമ്മുടെ ഹീറോയും പെട്ടെന്ന് തന്നെ അവിടുന്ന് പോയിട്ട് നമ്മുടെ ബാങ്ക് മുമ്പുണ്ടായിരുന്ന വീട്ടിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ബാങ്ക് അവിടെ ഫുള്ള് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ധൃതിയിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ ഹീറോ അവിടെ എത്തിയതും ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഫൈറ്റ് ആവുന്നുണ്ട്. അവസാനം നമ്മുടെ ഹീറോ തന്നെ ജയിക്കുന്നുണ്ട്. ഓക്കെ നീ തന്നെ ജയിച്ചു, പറ നിനക്ക് എന്താ വേണ്ടേ, ഇപ്പൊ നീ എന്തിനാ ഇവിടുന്ന് പോകാൻ വേണ്ടി നോക്കുന്നേ, എന്താ ആ കുര നീയാണോ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സത്യമായിട്ടും എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, ഞാനത് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെയാണ് സംശയിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അല്ല ഞങ്ങളൊക്കെ നിന്റെ ഫ്രണ്ട്സ് അല്ലേ, നീ എന്തായാലും സത്യം പറ, ഞങ്ങൾക്ക് മനസ്സിലാവും, നീ ദയവ് ചെയ്തിട്ട് അങ്ങളുടെ അടുത്ത് വന്നിട്ട് സത്യം പറ എന്ന് പറയുമ്പോൾ എങ്ങനെ ഞാൻ വന്ന് പറയട്ടെ, എല്ലാവരും ഞാനാ തെറ്റിയെന്ന് പറഞ്ഞിട്ട് എസ് ഗ്രൂപ്പ് ഒന്ന് എല്ലാവരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, നീ എന്തായാലും പറ എന്ന് പറയുമ്പോൾ ഓക്കെ കുഴപ്പമില്ല ഞാൻ നിന്നെ പിന്നെ വന്ന് കണ്ടോളാം, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ ഹീറോയും വീട്ടിലോട്ട് എത്തുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിനും ഇതന്നെ ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചാണെന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ട് മോർച്ചറിന് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്കും കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവനും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയിൻ തിരിച്ചു വന്ന് കണ്ടിട്ട് എന്താ ഇത്ര പെട്ടെന്ന് വന്നേ, അവൾ ഉറങ്ങിയെന്ന് തോന്നുന്നു, അവളുടെ വീട്ടിൽ ലൈറ്റ് എല്ലാം ഓഫാണ്, അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കൊടുത്തോളാം, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവള് കിടന്നുറങ്ങാൻ പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയും ഇവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട് അന്ന് നമ്മുടെ ഹീറോയിനെ കിടന്നുറക്കിയിട്ട് അവൻ പോയിട്ടുണ്ടാവില്ലേ, പക്ഷെ അവൻ ശരിക്കും പോയിട്ടുണ്ടാവില്ല. നമ്മുടെ ഹീറോയിൻ പറയുന്നതല്ല ഇവൻ കേൾക്കുന്നുണ്ടായിരിക്കും. എന്താ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നീ പോകുന്നതെന്ന് പറയുന്നത് ഇവൻ കേട്ടിട്ട് ഓക്കെ എന്നാ തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങനെ തന്നെ തിരിച്ച് നേരെ ഡോറിന്റെ അവിടെ എത്തുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല നീ നല്ലവനായിട്ട് തന്നെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഓക്കെ എന്നാ തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങുമ്പോ പക്ഷെ അത്രയ്ക്ക് നല്ലവനാവേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയ്ക്ക് ചെയ്തിട്ട് നീ എങ്ങനെ പോകുന്നതെന്ന് പറയുമ്പോൾ ശരി ഓക്കെ എന്തായാലും മേലെ പോവാന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും മേളിലോട്ട് കയറുന്നുണ്ട്. പക്ഷെ നീ വളരെ നല്ല മനുഷ്യനാണ്, നീ ഒന്നും ചെയ്തതിന് പോയില്ലേ ക്യൂട്ട് എന്ന് പറയുമ്പോൾ ശരി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ താഴത്തോട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇവൻ തിരിച്ചിറങ്ങുന്നുണ്ട്. ഇവളൊന്ന് പറയും പിന്നെ ഒന്ന് മറിച്ച് പറയും, അത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവനും അതേപോലെ തന്നെ മേളിലോട്ടും താഴോട്ടും കയറി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക, എനിക്ക് ഇങ്ങനെ ഏറാനും ഇറങ്ങാനും പോയിക്കാൻ ഞാൻ ക്ഷീണിച്ചെന്ന് പറയുന്നുണ്ട്. കുറച്ചു നേരത്തിന് ശേഷം സൗണ്ട് ഒന്നും കേൾക്കാതെ കണ്ടിട്ട് അവളുടെ റൂം പോയി നോക്കുമ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം അവൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഇവിടെ വെച്ച് തന്നെ ഈ എപ്പിസോഡും അവസാനിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്.